ഇപ്പൊ കർമ്മത്തില് അതിന്റെ ഹേതു കാമമാണ്. ഇച്ഛ, സങ്കല്പം, കാമം. എപ്പോൾ ഇച്ഛ ആവിർഭവിക്കുന്നുവോ, സങ്കല്പം ആവിർഭവിക്കുന്നുവോ, കാമം ആവിർഭവിക്കുന്നുവോ, ബോധം മറയുന്നു. ഇച്ഛയും കാമവും സങ്കല്പവും ബോധവും ഒരുമിച്ചിരിക്കുകയില്ല. ബോധത്തെ മറയ്ക്കാതെ ഒരു കാമവും സങ്കല്പവും ഉണ്ടാവില്ല. ബോധം ആനന്ദരൂപമായിരിക്കുന്ന ആനന്ദത്തെ മറയ്ക്കാതെ കർമ്മവുമില്ല. വന്നു ഭവിച്ച ഇച്ഛയും കാമവും കർമ്മമായി രൂപാന്തരപ്പെടുമ്പോൾ ജീവന്റെ ബോധത്തിന്റെ മേൽ ഏറ്റ അധ്യാസമെന്ന പാപമാണ് കർമ്മം കൊണ്ട് കഴുകിക്കളയുന്നത്. ഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട്. ഇതാണ് അന്തരംഗ സാധനയുടെ ശാസ്ത്രീയമായ വഴി. ഇതിനാണ് കർമ്മത്തിന്റെ സ്വരൂപം അറിയണം എന്ന് പറഞ്ഞത്. സ്വരൂപമെന്ന് പറയുമ്പോൾ ഇച്ഛയിൽ, സങ്കല്പത്തിൽ, കാമത്തിൽ ആവിർഭവിച്ച് സ്ഥൂലമായ കർമ്മമായി ഗതീയതയിൽ ശരിക്ക് ചിന്തിച്ച അതിന്റെ സങ്കല്പജന്യങ്ങളായ ലോകങ്ങൾ, ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉണ്ടാക്കുന്ന ലോകം, ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ലോകം, ഇന്ദ്രിയജനിത വാസനയുടെ അനുബുദ്ധതയുണ്ടാക്കുന്ന ലോകം. അടുക്കളയിൽ അമ്മയുണ്ടാക്കുന്ന ഒരു ആഹാരത്തെ, അതിന് കടുക് ഉറക്കുന്ന ഒരു ശബ്ദത്തെ ആണ് ഞാനിപ്പോൾ കാണുന്നത്. ആ കാണുന്ന വേളയിൽ സ്ഥൂലമായ എൻ്റെ അനുഭവം അമ്മയ്ക്കും എനിക്കും തുല്യമാണ്. അമ്മ നല്ല ആഹാരമായി എനിക്ക് പൊങ്കലുണ്ടാക്കി തരാൻ പോവുകയാണ്. കടുകും ജീരകവും ഒക്കെ പൊട്ടിച്ചു, അതിലേക്ക് നല്ലതുപോലെ വെന്ത ചോറ് കടുക് വറുത്തെടുക്കാൻ പോവുകയാണ്. അതിനുള്ള അച്ചാറുകൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇത് കടുക് ഉറക്കാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലൊരു പൊങ്കലാണ് 4 ദിവസം ഛർദിയും വയറിളക്കവുമായി എന്നെ കെടുത്തിയതെങ്കിൽ എൻ്റെ ബ്രെയിനിന്റെ സിനാപ്സ് ആ കടുക് പൊട്ടുന്ന ശബ്ദവും പൊങ്കലിന്റെ മണവും വമിക്കുമ്പോൾ, ആ ഛർദിയുടെ വികാരം എന്നിൽ ഉണ്ടാക്കുമ്പോൾ, പൊങ്കലെടുത്തെറിയുന്നതിനേക്കാൾ ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കും. കാരണമറിയാതെ അമ്മ വിഷമിക്കും. പൊങ്കലുണ്ടാക്കുന്നു എന്ന സ്ഥൂലാനുഭവത്തിൽ ഞാനും അമ്മയും ഒരുമിച്ചാണ്. പൊങ്കലെന്ന എൻ്റെ ഇന്ദ്രിയജനിത അനുഭവം ഉൽപ്പന്നമാക്കുന്ന, എൻ്റെ ജനിതക സ്മൃതിയിലെ വാസനയുണ്ടാക്കുന്ന എൻ്റെ സൂക്ഷ്മ ശരീര താതാത്മ്യം അമ്മയ്ക്കന്യമാണ്. ഇവിടെയാണ് എല്ലാ ശാസ്ത്രങ്ങളും നിയമങ്ങളും കൂട്ടായ്മകളും താറുമാറാകുന്നത്. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക്, ഉപദേശങ്ങൾക്ക്, പ്രവചനങ്ങൾക്ക് ഇന്ദ്രിയജനിത അനുഭവത്തിൻ്റെ സ്ഥൂല ശരീര പരിധി വരെ മാത്രമേ സഞ്ചരിക്കാനാവൂ. അതുകൊണ്ട് ഈ പ്രക്രിയകളൊന്നും ആത്മസ്മൃതിയിലേക്ക് മർത്യനെ എത്തിക്കുകയില്ല. അപ്പോൾ ഒരു ചെറിയത് എൻ്റെ മസ്തിഷ്കം അതിൻ്റെ സിനാപ്സുകളിൽ ദശലക്ഷക്കണക്കിനായി വാ, 1 2 ഒന്നുമല്ല. ഞാൻ ഇന്ന് കാണുന്ന ഒരു വസ്തുവിനെ വേറൊരാളും കാണുമ്പോൾ സ്ഥൂലമായ അനുഭവം ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നാണെങ്കിലും ആ വസ്തുത എൻ്റെ ന്യൂറോണിൽ ഉണ്ടാക്കുന്ന ഭാവഭേദവും സിനാപ്സിലുണ്ടാക്കുന്ന ഭാവതലവും അത് എൻ്റെ കൈകാലുകളിലേക്ക് ആവഹിക്കുന്ന അറിവും എൻ്റെ പെരുമാറ്റ ചട്ടങ്ങൾ ഒരിക്കലും സമാനങ്ങളല്ല. സമാനങ്ങളാകണമെങ്കിൽ എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഹാർഡ്വെയറുകളിൽ നിന്ന് ഒട്ടേറെ പൂർവാനുഭവത്തിൻ്റെ സ്മൃതികളെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണം. സാധാരണ പോലെ ഡിലീറ്റ് ചെയ്താൽ പോരാ. ഒരിടത്ത് ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഹിസ്റ്ററിയിൽ പോയി ചിലപ്പോൾ കിടക്കും, ചിലത് നമ്മുടെ പേഴ്സണൽ ഫയലുകളിൽ കിടക്കും. ഇവിടെ നിന്നൊക്കെ മാറ്റിയെന്ന് വിശ്വസിച്ച് സമാധാനിച്ചിരുന്നാൽ ഇവ കമ്പ്യൂട്ടറിൻ്റെ സ്മൃതിമണ്ഡലത്തിൻ്റെ അന്തർധാരയിൽ പോയി കിടക്കും. ഇവിടെ നിന്നെല്ലാം നാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു വടു എൻ്റെ ഹാർഡ്വെയറുകളിൽ തങ്ങി നിൽക്കും. ഹാർഡ്വെയർ ഉടച്ചു വാർക്കുന്നത് വരെ. എങ്ങനെ ഡിലീറ്റ് ചെയ്തതായാലും വൈദഗ്ധ്യമുള്ള ഒരുവൻ അതിനകത്തുനിന്നത് ചകഞ്ഞെടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ എന്നർത്ഥമില്ലാത്തതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്ക കമ്പ്യൂട്ടറിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ല. ഇവിടെയാണ് നമുക്ക് പണി പഠിക്കേണ്ടി വരുന്നത്. ഇത്ര അറിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഇതറിഞ്ഞിട്ടാണ് ഋഷിമുനിമാർ തുടങ്ങിയത്. ഇതറിയാതെയാണ് ചെപ്പടി വിദ്യയുമായി നിർമ്മലാനന്ദഗിരിയും ഒക്കെ ഇറങ്ങുന്നത്.
ദക്ഷണ പിരിക്കാൻ കൊള്ളാം എന്നല്ലാതെ കളി നടക്കൂല.